ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ ഷിയർ ഫോഴ്സ് ഡയഗ്രവും ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രവും എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് പഠിച്ചാലോ. ടൈപ്സ് ഓഫ് സപ്പോർട്ടിൽ ആദ്യം വരുന്നത് റോളർ സപ്പോർട്ടാണ്. റോളർ സപ്പോർട്ട് ആകുമ്പോഴത്തേക്ക് ഇതിന് ഹൊറിസോണ്ടലായിട്ട് മൂവ്മെൻറ്റ് ഉണ്ടാകും, അതുപോലെ തന്നെ റൊട്ടേഷനും ഉണ്ടാകും. റൊട്ടേറ്റ് ചെയ്യാനും സാധിക്കും, ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റിനും സാധിക്കും. എന്നാൽ ഇവിടെ വെർട്ടിക്കലായിട്ട് മൂവ്മെൻറ്റ് ഉണ്ടാകില്ല അല്ലേ. അപ്പോൾ അവിടെ ഒരു റിയാക്ഷൻ ഡെവലപ്പ് ചെയ്യും, വെർട്ടിക്കൽ ഡയറക്ഷനിൽ ഒരു റിയാക്ഷൻ ഡെവലപ്പ് ചെയ്യും. അത് നമുക്ക് RV എന്ന് എടുക്കാം. ഓക്കെ, റോളർ സപ്പോർട്ടാണെങ്കിൽ അവിടെ ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ ഉണ്ട്. ഇനി അടുത്ത സപ്പോർട്ടാണ് ഹിഞ്ച്ഡ് സപ്പോർട്ട്. ഹിഞ്ച് ആകുമ്പോഴത്തേക്ക് എക്സാമ്പിളായിട്ട് നമ്മുടെ കതകിൻ്റെയൊക്കെ ഹിഞ്ചില്ലേ, അത് കൺസിഡർ ചെയ്താൽ മതി. അതിന് ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഓൺലി റൊട്ടേഷൻ മാത്രമേ ഉള്ളൂ അല്ലേ, റൊട്ടേറ്റ് ചെയ്യാൻ മാത്രമേ സാധിക്കൂ. അപ്പോൾ അവിടെ എന്താ, ഒരു വെർട്ടിക്കൽ റിയാക്ഷനും കാണും, അതുപോലെ തന്നെ ഒരു ഹൊറിസോണ്ടൽ റിയാക്ഷനും കാണും. ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിയാക്ഷൻ ഹൊറിസോണ്ടൽ റിയാക്ഷനും, വെർട്ടിക്കൽ മൂവ്മെൻറ്റിനെ റെസിസ്റ്റ് ചെയ്യുന്നത് വെർട്ടിക്കൽ റിയാക്ഷനും. ഓക്കെ, അപ്പോൾ ഈ ഹിഞ്ച്ഡ് സപ്പോർട്ടിൽ 2 റിയാക്ഷൻസ് കൺസിഡർ ചെയ്യും. നെക്സ്റ്റ് ഫിക്സഡ് സപ്പോർട്ടാണ്. ഫിക്സഡ് സപ്പോർട്ട് ആകുമ്പോഴത്തേക്ക് എങ്ങനെയാണ്, അവിടെ ഒന്നും പറ്റില്ല അല്ലേ, ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റും പറ്റില്ല, വെർട്ടിക്കലും പറ്റില്ല, അതുപോലെ റൊട്ടേഷനും പറ്റില്ല. അപ്പോൾ അവിടെ എന്തൊക്കെ വരും, വെർട്ടിക്കൽ റിയാക്ഷൻ വരും, ഹൊറിസോണ്ടൽ റിയാക്ഷൻ വരും, അതുപോലെ ഒരു മൊമെൻറ്റും വരും. ഓക്കെ, അപ്പോൾ ഇത് മൂന്നുമാണ് നമുക്ക് പഠിക്കേണ്ട സപ്പോർട്ടുകൾ: റോളർ സപ്പോർട്ട്, ഹിഞ്ച്ഡ് സപ്പോർട്ട്, ഫിക്സഡ് സപ്പോർട്ട്. ക്ലിയർ ആയല്ലോ. ഇനി ടൈപ്സ് ഓഫ് ബീംസ് നോക്കാം. ടൈപ്സ് ഓഫ് ബീംസ്. ഇതിൽ ഒരു എൻഡ് ഫിക്സ്ഡ്, ഒരു എൻഡ് ഫ്രീ ആയിട്ടിരിക്കുന്നു. ഓക്കെ, ഇത് ഫിക്സഡ് സപ്പോർട്ടാണല്ലേ. അപ്പോൾ ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നു, ഇവിടെ ഫ്രീ ആണ്. ഇങ്ങനെയുള്ള ബീംസിനെ നമ്മൾ ക്യാൻഡിലിവർ ബീംസ് എന്ന് പറയും. ക്യാൻഡിലിവർ ബീംസ്. One end is fixed and other end is free. നെക്സ്റ്റ്, 2 എൻഡും ഫിക്സ്ഡ് ആണ്. ഓക്കെ, 2 എൻഡും ഫിക്സ്ഡ് ആയിട്ടുള്ള ബീംസിനെ ഫിക്സഡ് സപ്പോർട്ട് എന്നും പറയും. ഫിക്സഡ് സപ്പോർട്ട്. ഒരു എൻഡ് ഫിക്സ്ഡ്, ഒരു എൻഡ് ഫ്രീ ആണെങ്കിൽ ക്യാൻഡിലിവർ ബീം, 2 എൻഡും ഫിക്സ്ഡ് ആണെങ്കിൽ ഫിക്സഡ് സപ്പോർട്ട്. നെക്സ്റ്റ്, ഇങ്ങനെ ഒരു ബീമിന് സിംപിളി സപ്പോർട്ട് ചെയ്തേക്കാം, സിമ്പിൾ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്തേക്കാം. ഇവിടെ റോളർ, ഹിഞ്ച് അങ്ങനെ എന്തെങ്കിലും സിമ്പിളായിട്ട് സപ്പോർട്ട് ചെയ്തേക്കുന്നു. ഇങ്ങനെയുള്ള ബീംസിനെ സിംപ്ലി സപ്പോർട്ടഡ് ബീംസ് എന്നാണ് പറയുന്നത്. സിംപ്ലി സപ്പോർട്ടഡ് ബീംസ്. സിംപ്ലി സപ്പോർട്ടഡ് ബീംസ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്യാൻഡിലിവർ, രണ്ടാമത്തെ ഫിക്സഡ്, മൂന്നാമത്തെ സിംപ്ലി സപ്പോർട്ടഡ്. ഇനി ഇങ്ങനെയാണ് സപ്പോർട്ട് വരുന്നതെന്ന് വെച്ചോ. അതായത് നമ്മുടെ സപ്പോർട്ട് കഴിഞ്ഞിട്ട് കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് നിൽപ്പുണ്ടല്ലേ, ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ബീംസിന് ഓവർ ഹാങ്ങിങ് ബീംസ് എന്നാണ് പറയുന്നത്. ഓവർ ഹാങ്ങിങ് ബീംസ്. ഓവർ ഹാങ്ങിങ് ബീംസ്. ക്ലിയർ ആയല്ലോ. ഇനി മോർ ദാൻ 2 സപ്പോർട്ട് വരുമ്പോൾ ഇവിടെ എന്താ, 2 സപ്പോർട്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇനി അതുപോലെ ഇവിടെ കൂടുതൽ സപ്പോർട്ട് വരുന്നു, മോർ ദാൻ 2 സപ്പോർട്ട് വരുന്നെങ്കിൽ അങ്ങനെയുള്ള ബീംസിനെ കണ്ടിന്യൂസ് ബീംസ് എന്നും പറയും. ഓക്കെ, അപ്പോൾ ഇത്രയും ടൈപ്സ് ഓഫ് ബീംസാണ് ഉള്ളത്. ക്യാൻഡിലിവർ ബീം ആണെങ്കിൽ 1 എൻഡ് ഫിക്സഡ്, 1 എൻഡ് ഫ്രീ. ഫിക്സഡ് സപ്പോർട്ട് ആണെങ്കിൽ 2 എൻഡും ഫിക്സഡ്. സിംപ്ലി സപ്പോർട്ടഡിൽ 2ഉം സിംപ്ലി സപ്പോർട്ട് ചെയ്തേക്കുവാണ്. ഓവർ ഹാങ് ആകുമ്പോഴത്തേക്ക് സപ്പോർട്ട് ചെയ്തിട്ട് അതിന് കുറച്ച് ബീം പ്രൊജക്റ്റ് ചെയ്ത് നിൽപ്പുണ്ട്. അത് ചിലപ്പോൾ ഒരു ഡയറക്ഷനിലോട്ടായിരിക്കും, ചിലപ്പോൾ 2 ഡയറക്ഷനിലോട്ടും പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. ഇനി മോർ ദാൻ 2 സപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് കണ്ടിന്യൂസ് ബീംസ്. ഇനി ഈ ഫിഗറിൽ നമുക്ക് റിയാക്ഷൻസ് ഒക്കെ വരയ്ക്കാമോ? ഇത് ഫിക്സഡ് ആണല്ലേ. അപ്പോൾ ഫിക്സഡ് ആകുമ്പോൾ ഇവിടെ വെർട്ടിക്കൽ റിയാക്ഷനുണ്ട്, ഹൊറിസോണ്ടൽ റിയാക്ഷനുണ്ട്, അതുപോലെ തന്നെ ഒരു റൊട്ടേഷനുണ്ട്, മൊമെൻറ്റും വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഫിക്സഡ് ആകുമ്പോഴത്തേക്ക് എന്താ, ഇവിടെ വെർട്ടിക്കൽ റിയാക്ഷനുണ്ട്, ഹൊറിസോണ്ടലുണ്ട്, റൊട്ടേഷനുണ്ട്. അതേപോലെ ഇവിടെയും വരത്തില്ലേ, ഇങ്ങനെ വരും ആണല്ലോ.
ഇവിടെ റോളർ സപ്പോർട്ടിൽ എങ്ങനെയാണ് വെർട്ടിക്കൽ റിയാക്ഷൻ മാത്രം. ഹിഞ്ച്ഡ് സപ്പോർട്ടാണെങ്കിൽ വെർട്ടിക്കൽ റിയാക്ഷനും ഹൊറിസോണ്ടൽ റിയാക്ഷനും റോളറിൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ റിയാക്ഷൻസ് വരയ്ക്കാൻ ക്ലിയർ ആയല്ലോ. ഇനി ബീംസിൽ ആക്ട് ചെയ്യുന്ന ടൈപ്സ് ഓഫ് ലോഡ്സ് നോക്കാം. ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം കൺസിഡർ ചെയ്തു. ഇവിടെ ഏതെങ്കിലും ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്നു, ഒരു പി എന്നുള്ള ലോഡ് ആക്ട് ചെയ്യുന്നു. ഏതെങ്കിലും ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ലോഡിനെ നമ്മൾ പോയിന്റ് ലോഡ് അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് ലോഡ് എന്ന് പറയും. കോൺസെൻട്രേറ്റഡ് ലോഡ് എന്താ, ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ലോഡ് ആക്ടിങ് അറ്റ് എ പോയിന്റ്, അതാണ് പോയിന്റ് ലോഡ് അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് ലോഡ്. നെക്സ്റ്റ് ടൈപ്പ് ലോഡാണ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്, UDL. ഇതിനെ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എന്ന് പറയും. ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. ഓക്കെ, ഇത് ത്രൂ ഔട്ട് ലെങ്തിൽ, ഇപ്പോൾ ഫിഗറിൽ ത്രൂ ഔട്ട് ലെങ്തിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇൻറ്റൻസിറ്റി എഴുതുമ്പോഴത്തേക്ക് P/മീറ്റർ, ഒരു മീറ്ററിൽ ഇത്ര കിലോ ന്യൂട്ടൺ എന്ന് പറഞ്ഞ് നമുക്ക് എടുക്കാം. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് ലോഡാണ് ഇങ്ങനെ വരുന്നു, അതായത് ഒരു ട്രയാങ്കുലർ പോർഷൻ പോലെ വരുന്നു. അതിനെ നമ്മൾ UVL, യൂണിഫോംലി വേരിയിങ് ലോഡ്, യൂണിഫോംലി വേരിയിങ് ലോഡ്. അതായത് ഇവിടെ എങ്ങനെയാണ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്ക്, ഇവിടെ എല്ലാ ഇൻറ്റൻസിറ്റി സെയിം ആണ്. എന്നാൽ ഇവിടെ വരുമ്പോൾ എങ്ങനെയാണ് ഇൻറ്റൻസിറ്റി ഇവിടെ കൂടുതലാണ്, പക്ഷേ ഇവിടെ എത്തുമ്പോഴത്തേക്ക് കുറഞ്ഞു വരികയാണ് അല്ലേ. അപ്പോൾ ഇവിടെ യൂണിഫോമായിട്ട് ഒരു വേരിയിങ് നടക്കുന്നുണ്ട് ആ ലോഡിന്, അതുകൊണ്ടാണ് യൂണിഫോംലി വേരിയിങ് ലോഡ്. ഇനി മൊമെൻറ്റും ഉണ്ട്. നമുക്ക് ഷിയർ ഫോഴ്സിൻ്റെ ബെൻഡിങ് മൊമെൻറ്റിൻ്റെയും ഡയഗ്രാം വരയ്ക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാകും ഈ ലോഡിൻ്റെ. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലോട്ട് പോയാലോ. ആദ്യത്തെ കാൻഡിലിവർ ബീം ക്യാരിയിങ് എ പോയിന്റ് ലോഡ് at free end. Draw shear force diagram and bending moment diagram. shear force diagram, bending moment diagram വരയ്ക്കാനാണ്. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞേക്കുന്നത്, കാൻഡിലിവർ ബീമാണ്. കാൻഡിലിവർ ബീം ഇങ്ങനെയാണ്. ഓക്കെ, കാൻഡിലിവർ ബീമിൻ്റെ ഫ്രീ എൻഡിൽ ഒരു പോയിന്റ് ലോഡുണ്ട്. ഇതിനെ നമുക്ക് P എന്ന് കൊടുക്കാം. ബീമിൻ്റെ ലെങ്ത് L എന്നും കൊടുക്കാം. ഓക്കെ, ക്യാപിറ്റൽ L കൊടുക്കാം. ക്യാപിറ്റൽ L. ലോഡ് P kN, ലെങ്ത് L മീറ്റർ. ഓക്കെ, ഇതിൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രവും ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രവും വരയ്ക്കണം. അപ്പോൾ അതിനു മുമ്പ് ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെൻറ്റും എന്താണെന്ന് അറിയണ്ടേ. ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടിയിട്ട് ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ ബീമിൽ ഒരു സെക്ഷൻ എടുത്തു, ഒരു L/2 ഡിസ്റ്റൻസിൽ ഒരു സെക്ഷൻ എടുത്തു, XX എന്നുള്ളൊരു സെക്ഷൻ. ഓക്കെ, അപ്പോൾ ഈ സെക്ഷൻ എടുത്താൽ ഒന്നുകിൽ റൈറ്റ് സൈഡ് നോക്കുക അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് നോക്കുക. അതിൽ ആൾജിബ്രായിക് സം ഓഫ് ഓൾ വെർട്ടിക്കൽ ലോഡ്സ് ഏത് റൈറ്റ് സൈഡോ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ സെക്ഷൻ. നമ്മൾ ഈ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റൈറ്റ് സൈഡിൽ ഉള്ള വെർട്ടിക്കൽ ലോഡിൻ്റെ ആൾജിബ്രായിക് സം. ആൾജിബ്രായിക് സം ഓഫ് ഓൾ വെർട്ടിക്കൽ ഫോഴ്സസ് either right or left side of section. നമ്മൾ
ഒരു ബീമിൽ ഒരു സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റൈറ്റ് സൈഡിൽ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഉള്ള ലോഡിന് ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി. ഒന്നുകിൽ റൈറ്റ് സൈഡ് എടുക്കുക അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് എടുക്കുക. അപ്പം ഇതിൻ്റെ ഓൾജിബ്രായിക് സമ്മാണ്, വെർട്ടിക്കൽ ഫോഴ്സസിൻ്റെ ഓൾജിബ്രായിക് സമ്മാണ് ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താ നമ്മൾ പറഞ്ഞത്? ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം. ബെൻഡിങ് മൊമെൻറ്റും എന്താണെന്ന് അറിയണ്ടേ? ബെൻഡിങ് മൊമെൻറ്റും കണ്ടുപിടിക്കുന്നത് ഓൾജിബ്രായിക് സം ഓഫ് ഓൾ ദ മൊമെൻറ്റ് ആക്ടിങ് ഏത് റൈറ്റ് ഓർ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ സെക്ഷൻ. ഓൾജിബ്രായിക് സം ഓഫ് ഓൾ മൊമെൻറ്റ്സ് acting left or right side of the section. ബെൻഡിങ് മൊമെൻ്റ് ആകുമ്പോൾ ആൾജിബ്രായിക് സം ഓഫ് ഓൾ മൊമെൻറ്റ്സ് ആണ്. നമ്മൾ ഈ മൊമെൻറ്റ് കണ്ടുപിടിക്കുന്നത് മൊമെൻറ്റ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അപ്പോഴാണ് നമുക്ക് മൊമെൻറ്റ് കിട്ടുന്നത്. അപ്പോൾ ഈ മൊമെൻറ്റിൻ്റെ ഓൾജിബ്രായിക് സമ്മാണ് എന്ത്? ഈ ബെൻഡിങ് മൊമെൻ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെൻറ്റും? ഓക്കെ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ക്യാൻഡിലിവർ ബീമിൽ ഒരു ഫ്രീ എൻഡിൽ ഒരു ലോഡുണ്ട്. നമുക്കതിൻ്റെ ഡ്രോയിങ് വരയ്ക്കണം. എന്തൊക്കെ? ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കണം, അതുപോലെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കണം. ഓക്കെ. അപ്പോൾ നമുക്ക് വരച്ച് തുടങ്ങിയാലോ? അപ്പോൾ ഇതാണ് നമ്മുടെ ബീം അല്ലേ? ബീമിൽ നമ്മൾ ഒരു സെക്ഷൻ എടുത്തു, എക്സ് എന്നുള്ള ഒരു സെക്ഷൻ എടുത്തു. ആദ്യം നമുക്ക് ബീമിന് AB എന്ന് പേര് കൊടുക്കുക. ഓക്കെ. അപ്പോൾ ആദ്യം നമുക്ക് ഷിയർ ഫോഴ്സ് അറ്റ് B നോക്കാം. ബിയിൽ വരുന്ന ഷിയർ ഫോഴ്സ്, ഇതിന് റൈറ്റ് സൈഡിൽ വേറെ ലോഡൊന്നുമില്ല അല്ലേ? അപ്പം നമുക്ക് B തന്നെ സ്റ്റാർട്ട് ചെയ്യാം. റൈറ്റ് സൈഡിൽ ലോഡില്ലാത്തതുകൊണ്ട് B വെച്ച് സ്റ്റാർട്ട് ചെയ്തു. ഷിയർ ഫോഴ്സ് അറ്റ് B എന്ന് പറയുമ്പോൾ എന്ത് വരും? P kN വരും ആണല്ലോ. ഇനി അടുത്തത് ഷിയർ ഫോഴ്സ് അറ്റ് X, അതായത് ഈ X എന്നുള്ള ഈ സെക്ഷൻ എടുത്തു, അവിടെ ആക്ട് ചെയ്യുന്ന ഷിയർ ഫോഴ്സ്. അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ. അപ്പോൾ ഓൾജിബ്രായിക് സം ഓഫ് ഓൾ വെർട്ടിക്കൽ ഫോഴ്സസ് ആണ്. അപ്പോൾ ഇവിടെ ഒരു ഫോഴ്സേ ഉള്ളൂ, P എന്നുള്ള ഫോഴ്സ് മാത്രമേ ഉള്ളൂ ആണല്ലോ. അപ്പോൾ ഇവിടെ P kN. ഇനി ഇതിൻ്റെ സൈൻ കൺവെൻഷൻ ഉണ്ട്. സൈൻ കൺവെൻഷൻ ഇതിൽ ഇപ്പോൾ നമ്മൾ എടുത്തേക്കുന്നത് ഡൗൺവേർഡ് പോസിറ്റീവായിട്ടാണ് എടുത്തേക്കുന്നത്. റൈറ്റ് ഓഫ് സെക്ഷൻ ഡൗൺവേർഡ് പോസിറ്റീവായിട്ടാണ് എടുത്തേക്കുന്നത്. ഇനി അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡ് പോസിറ്റീവായിട്ട് എടുത്താൽ ലെഫ്റ്റ് സൈഡ് എങ്ങനെ എടുക്കണം? നെഗറ്റീവായിട്ട് എടുക്കണം. ഓക്കെ. ക്ലിയർ ആയല്ലോ? റൈറ്റ് ഓഫ് സെക്ഷൻ പോസിറ്റീവ് എടുത്താൽ ലെഫ്റ്റ് ഓഫ് സെക്ഷൻ നെഗറ്റീവ്, ഡൗൺവേർഡ് ഫോഴ്സ് നെഗറ്റീവായിട്ട് എടുക്കണം. ഓക്കെ. ഇനി ചിലപ്പോൾ നമ്മൾ തിരിച്ചും എടുക്കാറുണ്ട്, അപ്വേർഡ് ഫോഴ്സ് പോസിറ്റീവായിട്ട് എടുക്കാറുണ്ട്. അങ്ങനെ എടുത്താലും കുഴപ്പമൊന്നുമില്ല, കറക്റ്റ് തന്നെയാണ്. ഇപ്പം നമ്മൾ എടുത്തേക്കുന്നത് റൈറ്റ് ഓഫ് സെക്ഷൻ ഡൗൺവേർഡ് പോസിറ്റീവായിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പം ഈ എക്സ് എന്നുള്ള ഈ സെക്ഷനിലാണ് നമ്മൾ ഷിയർ ഫോഴ്സ് കണ്ടുപിടിച്ചത് അല്ലേ? ഷിയർ ഫോഴ്സിൽ അപ്പോൾ റൈറ്റ് സൈഡ് നോക്കിയപ്പോൾ ഈ പോയിൻ്റ് ലോഡ്, അതായത് P മാത്രമേ ഉള്ളൂ, വേറെ ഫോഴ്സസ് ഒന്നുമില്ല. അപ്പോൾ അവിടുത്തെ ഷിയർ ഫോഴ്സ് എത്രയായിരിക്കും? P kN തന്നെ ആയിരിക്കും ആണല്ലോ. ഇനി അടുത്തത് നമുക്ക് A എന്നുള്ള പോയിന്റിൽ നോക്കാം. ഷിയർ ഫോഴ്സ് അറ്റ് A നോക്കാം. ഓക്കെ. ഷിയർ ഫോഴ്സ് അറ്റ് A നോക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ റൈറ്റ് സൈഡ് നോക്കണം. റൈറ്റ് സൈഡിൽ ഏത് ഫോഴ്സ് ഉണ്ട്? ഈ P മാത്രമേ ഉള്ളൂ അല്ലേ? വേറെ ഫോഴ്സസ് ഒന്നുമില്ല. അപ്പോൾ എന്ത് തന്നെ വരും? +P kN തന്നെ വരും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതിൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ എങ്ങനെ വരും? AB. ഇവിടെ P kN ആണ്, ഇവിടെയും P kN ആണ്. നമ്മൾ ഈ എക്സ് സെക്ഷൻ എടുത്തതും P kN ആണ്. അപ്പോൾ എന്ത് വരും? പോസിറ്റീവ്. ഇതാണ് നമ്മുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ക്യാൻഡിലിവർ ബീമിൽ ആക്ട് ചെയ്യുന്ന ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ഓക്കെ. നെക്സ്റ്റ് ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിച്ചാലോ? ആദ്യം ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് B കാൽക്കുലേറ്റ് ചെയ്യാം. ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ എന്താണ് പറഞ്ഞ? മൊമെൻറ്റ് എങ്ങനെയാണ്? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഈ ബീം എടുത്തപ്പോൾ B എന്നുള്ള പോയിൻ്റ് എടുത്തപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിൽ വല്ല ഫോഴ്സും ഉണ്ടോ?
ഇല്ല, വേറെ ഫോഴ്സൊന്നും ആക്ട് ചെയ്യുന്നില്ല. അപ്പോൾ എന്ത് തന്നെ വരും? 0 kN വരും. ഓക്കെ, ഇനി അടുത്തത് ഈ സെക്ഷൻ എടുക്കാം. ഈ സെക്ഷൻ എടുക്കാം. ഇതിൻ്റെ ഡിസ്റ്റൻസ് ഒരു എക്സ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. എക്സ് ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് എക്സ് നോക്കാം. അപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡ് സെക്ഷനാണ് നമ്മൾ എടുക്കുന്നത്. ഇവിടെ സൈൻ കൺവെൻഷൻ ഡൗൺവേർഡ് ഫോഴ്സ് അല്ലേ, ഡൗൺവേർഡ് ഫോഴ്സിന്, അതായത് ഈ ഫോഴ്സ് എങ്ങനെ ആക്ട് ചെയ്യുന്നത്, ഈ സെക്ഷൻ വെച്ച് നോക്കുവാണെങ്കിൽ ഇങ്ങനെ ക്ലോക്ക് വൈസ് ആയിട്ടാണ് വരുന്നത് അല്ലേ, ഇങ്ങനെ ക്ലോക്ക് വൈസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ക്ലോക്ക് വൈസ് നെഗറ്റീവായിട്ട് എടുക്കാം. നെഗറ്റീവ് പി ഇൻറ്റു ലോഡ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഈ ലോഡ് ആക്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് അല്ലേ, അപ്പോൾ ആ ഡിസ്റ്റൻസ് എത്രയാണ്? എക്സ് ആണല്ലേ. പി ഇൻറ്റു എക്സ്. ഓക്കെ, മൈനസ് പി ഇൻറ്റു എക്സ് kN കിട്ടി. ഇനി നമുക്ക് ഈ എക്സ് എന്നുള്ളതിൻ്റെ നമുക്ക് L/2, അതായത് ഇതിൻ്റെ സെൻറ്ററിലാണെന്ന് എക്സിന് വാല്യൂ L/2 കൊടുത്താലോ? ഇഫ് എക്സ് ഈക്വൽ ടു L/2, അതായത് ഈ ബീമിൻ്റെ പകുതി ഡിസ്റ്റൻസ് അല്ലേ, അങ്ങനെയാണെങ്കിൽ ബെൻഡിങ് മൊമെൻറ്റ് എത്ര വരും? മൈനസ് പി ഇൻറ്റു L/2 എന്ന് വരും ആണല്ലോ, kN. മൈനസ് പി L/2 ആണ് സെൻറ്ററിൽ ആക്ട് ചെയ്യുന്ന മൊമെൻറ്റ്. മൈനസ് പി ഇൻറ്റു L/2. ഇനി ഈ എക്സിൻ്റെ വാല്യൂ ഫുൾ ലെങ്ത്, അതായത് എ എന്നുള്ള പോയിന്റിൽ എടുക്കാം. എ എന്നുള്ള പോയിൻ്റ് ആകുമ്പോഴത്തേക്ക് എക്സിൻ്റെ വാല്യൂ എന്ത് വരും? അതായത് ഈ ഫുൾ ലെങ്ത് വരും അല്ലേ. എക്സ് ഈക്വൽ ടു എത്രയാണ്? L മീറ്റർ ആകുമ്പോഴത്തേക്ക് ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് എ കണ്ടുപിടിക്കാം. അപ്പോൾ ഈ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? മൈനസ് പി ഇൻറ്റു L kN. ഇനി ഇതിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരച്ചാലോ? ഇതാണ് നമ്മുടെ എ ബി അല്ലേ, എ ബി. ഇവിടെ നമ്മൾ സെൻറ്ററിലും കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ മൊമെൻറ്റ്, ആ പോയിൻ്റ് കൂടെ മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ബി എന്നുള്ള പോയിൻറ്റിൽ എത്രയാണ്? ബി എന്നുള്ള പോയിൻറ്റിൽ 0 ആണ്. ഇവിടുത്തെ ബെൻഡിങ് മൊമെൻറ്റ് 0 ആണ്. ഇനി L/2 ഡിസ്റ്റൻസ് ആയപ്പോൾ എന്ത് വന്നു? മൈനസ് പി L/2 വന്നു ആണല്ലോ, മൈനസ് പി L/2. ഫുൾ ലെങ്ത്, അതായത് L മീറ്റർ ആയപ്പോഴത്തേക്ക് എന്ത് വന്നു? പി L വന്നു ആണല്ലോ. അപ്പോൾ ഇതൊരു ട്രയാങ്കിൾ പോലെ വന്നു അല്ലേ, ഇങ്ങനെ വന്നു. ഇവിടെ പി L/2 ആയിരുന്നു, ഇവിടെ പി L ആണ്. ഓക്കെ, ഇത് നെഗറ്റീവ്. ഇതാണ് നമ്മുടെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം.